ഗൈസ്, ഇനി നമ്മള് അസ്സലാമലൈക്കും. നമ്മള് ഡോറേനോ ഇതുവരെ കാണാത്ത ഒരു വൈറ്റ് പൂച്ചനൊന്ന് കാണിച്ചുതരാം. എന്നാ ബാ. എന്താ തിന്നണ പൂച്ച? ഒരു ഡോറയും ഡോറിന്റെ ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പൊ വേറെ ഒരു വൈറ്റ് പൂച്ചണ്ടിന് അത് ഓളിന്റെ വീട്ടിൽ പോയി ഉറങ്ങണ്ടിനും. അപ്പൊ നമ്മള് ഒരു ഡോറിനും ഡോറിന്റെ ഫ്രണ്ടിനും കാണിച്ചുതരാ. എന്നാ ബാ. ഡോറിന്റെ ഫ്രണ്ട്സ് ആടാ ഉള്ളത്. ഡോറിന്റെ പൂച്ച എന്താ തിന്നിനെ? ഇതാണ് ഞമ്മന്റെ പൂച്ച കേട്ടോ. നമ്മള് കുറെ പൂച്ചകൾ ഉണ്ടിന്, അതൊക്കെ പോയിട്ടാ. അപ്പം ഈ പൂച്ച ഉണ്ടീനു. നമുക്കിത് എന്താ തിന്നൊക്കെ നോക്കാട്ടോ. ഇതെല്ലേക്ക് തിന്നണേ, സാധാ എല്ലേക്ക് തിന്നണം. നിങ്ങൾക്ക് വൈറ്റ് പൂച്ചനാണോ എല്ലാ കളറ് പൂച്ചനാണോ എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു പൂച്ചനെ നിങ്ങൾ പറയട്ടോ. എന്നാ ബ. പൂച്ചന്റെ ചെടി മണത്ത് നോക്കാട്ടോ ഗായ്സ്. ഇതെന്താ ചെടിന്റെ മണം നോക്കാൻ വരിക? ഡോറ ഇങ്ങനെ നിൽക്കും. ഡോറ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ കളിച്ചു ഡോറ. ഇനി നമ്മളൊരു ഒരു ബ്ലാക്ക് ഒരു പൂച്ച ഉണ്ട് കേട്ടോ. അതൊന്നും കാണുന്നില്ല കേട്ടോ, അതൊക്കെ പോട്ടെ. ഇനി ഈ പൂച്ചനുണ്ട് ഒരു മൈലാഞ്ചി ഉണ്ടല്ലേ, മൈലാഞ്ചി. ഇതൊരു ചെടിയാണ്, ചെടിന്റെ അവിടെയാണ് ഇരിക്കണത്. ഡോറിന്റെ പേര് ആ വൈറ്റ് പൂച്ചന് എന്താ പേരിടാ? മമ്മൂസ്. മമ്മൂസ് ഇടാ. മമ്മൂസ് കുട്ടിയിടല്ലേ? മമ്മൂസ് കുട്ടിയിട. എന്നാ പാറു ബേബി ഇടാ. പാറു ബേബി ഇടാല്ലേ? ബാറു ബേബി ഇടാ. പാറു ബേബി ഇടാ. പാറു ബേബി, പാറു ബേബി എന്നാ ബൈ. പാറു ബേബിക്ക് ഫുഡൊന്നും കൊടുക്കണ്ട. പാറു ബേബിന്റെ വീട്ടിലുണ്ട് ഫുഡ്. ചക്കൊക്കെ തിന്നും. ചക്ക വീണാല് ഓടിപ്പോയി മണ്ടി ഇങ്ങനെ തിന്നൂല്ലേ? അപ്പൊ പാറു ബേബിക്ക് പാറു ബേബി ഇടാട്ടോ നമുക്ക് പേര്. ഇതിന് ഡോറ കുട്ടി ഇടാല്ലേ? എന്നാ നമുക്ക് പാറു ബേബി കേട്ടോ ഗൈസ്. പാറു ബേബി ഇങ്ങോട്ടും അങ്ങോട്ടും പോവൂലേ ഗൈസ്? പാറു ബേബി പോവാട്ടോ. ഡോറ ഞാൻ നോക്കിക്കണ്ട്, ഇങ്ങനെ നോക്കിക്കണ്ട് പാറു.
വണ്ടിന്റെ ഒരു പെട്രോൾ ഇങ്ങനെ മടുത്തു നോക്കുക. പാവല്ല നോക്കിക്കോളും. ഇത് നമ്മള് പാറു ബേബിക്ക് നമുക്കൊരു ഫുഡൊന്നും കൊടുക്കണ്ടോ, ഒരു വിശക്കൊന്നും ഇല്ലട്ടോ പാറു ബേബിക്ക്. ഞങ്ങൾക്ക് ഒരു ഡോറിന്റെ ഫെൻസ് കേട്ടോ പാറു ബേബി ഇട്ടത്. അപ്പൊ ഡോർക്കും പേരുണ്ട്, ഡോറിന്റെ ഫെൻസുക്കും പേരുണ്ട്, എല്ലാവർക്കും പേരുണ്ട്. എനിക്ക് ഒരു സെസഫാത്തിയും ആട്ടോ ഇട്ടിട്ടുള്ളൂ. കൊറേ പൂച്ചകള് പറഞ്ഞാൽ കൊറേ പൂച്ചക്കുട്ടി. അപ്പൊ അത് കൊറേ പൂച്ചക്കുട്ടിയാണെന്നാലും 1, 2, 3, 4 അങ്ങനെ പേരുകൾ ഞാൻ ഇട്ടു കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പൂച്ച, ഈ പൂച്ച എല്ലാരും വരുമ്പോ എല്ലാരും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കും കേട്ടോ. എല്ലാരും ഫ്രണ്ട്സിനെ മേത്ത് ഇങ്ങനെ ആക്കും. അപ്പൊ നമുക്ക് പൂച്ചനൊക്കെ കണ്ടിട്ട് നിങ്ങള് ഒരു വൈറ്റ് പൂച്ചാണോ, യെല്ലോ കളർ പൂച്ചാണോ, പർപ്പിൾ പൂച്ചാണോ, പിന്നെ വയലറ്റ് പൂച്ചാണോ വേണ്ടേ, പിന്നെ യെല്ലോ കളറാണോ വേണ്ടേ, പിന്നെ ഓറഞ്ച് ആണോ വേണ്ടേ, പിന്നെ പച്ച ആണോ വേണ്ടെന്ന്, റെഡ് ആണോ, പിന്നെ ഒരു മറന്നു പോയി, വേറൊരു കളറുണ്ടീനു. ബ്ലാക്ക് കളർ ആണോ, എന്നാൽ ഒരു പിങ്ക് കളറാണ് വേണ്ടേ. പിങ്ക്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയണ്ടേ, റോസ്. പിന്നെ റെഡ്ക്ക് ചോപ്പ്. പിന്നെ കുറെ കളറുകളുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി ഒന്ന് ആലോചിച്ച് നോക്കട്ടോ. വേറൊരു പൂച്ചക്കുട്ടി വരൂലേ, അതിനൊന്നൊരു പേരിടണം കേട്ടോ. ഒരു ബ്ലാക്ക് പൂച്ചനെ അതിന് ജാരു ഇടാല്ലേ, ജാരു അടാല്ലേ, നല്ല പേരാ, നല്ല സൂപ്പർ പേരാ. പിന്നെ ചെറിയ ഒരു വൈറ്റ് പൂച്ചല്ല, അതും റെഡിയോ. നിക്കി ഇടാല്ലേ, നിക്കി ഇടാം. ഇത് 10, ഇത് കൊറേ 10കളില്ലേ. ഇത് നമുക്ക് ഒരു പഠിച്ചിട്ട് വേറൊരു ഇതായിട്ട് വരാം. വേറെ പ്രശ്നം കൂടി പറയാട്ടോ. ഒരു വൈറ്റ് പൂച്ചല്ല, വലുത്, അതിന്റെ ഉള്ളില് പള്ളയില് ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ഇത്ര കുട്ടികളുണ്ട്. ബാക്കിയൊക്കെ വേറെ വലുതിന്റെ ഒരു പൂച്ചയുടെ പള്ളയിലുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നം കൂടും പറയാം നിങ്ങൾക്ക്. ഈ ചെടികളും ഇവിടെ ഒരു ചെടി ഉണ്ടീന് കേട്ടോ. അതൊക്കെ ആടുണ്ട് കേട്ടോ, ആടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പ്രശ്നങ്ങളൂടി പറയാം. പിന്നെ പൂച്ചന്റെ ഞാനൊരു ഇംഗ്ലീഷിന്റെ ഒരു ഇത് പറയാട്ടോ. ഒരു പൂച്ച, ഒരു കണ്ടം പൂച്ച, പൂ, കണ്ടം പൂച്ച, കസാൽ, ഇപ്പൊ കസാല. പിന്നെ ചെടി, ഇപ്പൊ ചെടി, മുടി, ഇപ്പൊ മുടി, ഫോണ്, ഇപ്പൊ ഫോണ്.
പേരിട്ടേ. ആ വൈറ്റ് പൂച്ചന് എന്താ പേരിടാ? ആലോചിക്കും. മമ്മൂസ്. മമ്മൂസ് ഇതാ. മമ്മൂസ് കുട്ടിയില്ലേ? മമ്മൂസ്. മമ്മൂസ് കുട്ടിയാണ്. എന്നാ പാറു ബേബി ഇടാ. പാറു ബേബി ഇടാ അല്ലേ? പാറു ബേബി ഇടാ. പാറു ബേബി ഇടാ. പാറു ബേബി. പാറു ബേബി എന്നാ ബൈ. പാറു ബേബിക്ക് ഫുഡൊന്നും കൊടുക്കണ്ട. പാറു ബേബിന്റെ വീട്ടിലുണ്ട് ഫുഡ്. ചക്കൊക്കെ തിന്നും. ചക്ക വീണാല് ഓടിപ്പോയി മണ്ടി ഇങ്ങനെ തിന്നൂല്ലേ? അപ്പൊ പാറു ബേബിക്ക് പാറു ബേബി ഇടാട്ടോ നമുക്ക് പേര്. ഇതിന് ഡോറ കുട്ടി ഇടാല്ലേ? എന്നാ നമുക്ക് ബൈ. നമുക്ക് പാറു ബേബി ആട്ടോ ഗൈസ്. പാറു ബേബി ഇങ്ങോട്ടും അങ്ങോട്ടും പോവൂലേ ഗൈസ്? പാറു ബേബി പോവാട്ടോ. ഡോറ ഞാൻ നോക്കിക്കുണ്ട്. ഇങ്ങനെ നോക്കിക്കുണ്ട് പാറു. ഒരു വണ്ടിന്റെ ഒരു പെട്രോൾ ഇങ്ങനെ മടുത്തു നോക്കുക. പാവല്ല നോക്കിക്കോളും. ഇത് നമ്മള് പാറു ബേബിക്ക് നമുക്കൊരു ഫുഡൊന്നും കൊടുക്കണ്ടോ. ഒരു വിശക്കൊന്നും ഇല്ലാട്ടോ പാറു ബേബിക്ക്. നമുക്ക് ഒരു ഡോറന്റെ ഫ്രണ്ട്സ് കേട്ടോ പാറു ബേബി ഇട്ടത്. അപ്പൊ ഡോറക്കും പേരുണ്ട്, ഡോറന്റെ ഫ്രണ്ട്സുക്കും പേരുണ്ട്, എല്ലാവർക്കും പേരുണ്ട്. എനിക്ക് ഒരു സഫാത്തി മാറ്റം ഇട്ടിട്ടുള്ളൂ. കൊറേ പൂച്ചകള് പറഞ്ഞാൽ കൊറേ പൂച്ചക്കുട്ടി. അപ്പൊ അത് കൊറേ പൂച്ചക്കുട്ടി ആണെന്നാലും 1 2 3 4 അങ്ങനെ പേരുകൾ ഞാൻ ഇട്ടു കേട്ടോ. അപ്പൊ നമുക്ക് ഒരു പൂച്ച, ഈ പൂച്ച എല്ലാരും വരുമ്പോ എല്ലാരും ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ആക്കും കേട്ടോ. എല്ലാരും ഫ്രണ്ട്സിനെ മേത്ത് ഇങ്ങനെ ആക്കും. അപ്പൊ നമുക്ക് പൂച്ചനൊക്കെ കണ്ടിട്ട് നിങ്ങള് ഒരു വൈറ്റ് പൂച്ചാണോ, എല്ലാ കളർ പൂച്ചാണോ, പർപ്പിൾ പൂച്ചാണോ, പിന്നെ വയലറ്റ് പൂച്ചാണോ വേണ്ടേ, പിന്നെ യെല്ലോ കളറാണോ വേണ്ടേ, പിന്നെ ഓറഞ്ച് ആണോ വേണ്ടേ, പിന്നെ പച്ച ആണോ വേണ്ടെന്ന്, റെഡ് ആണോ, പിന്നെ ഒരു മറന്നു പോയി, വേറൊരു കളർ ഉണ്ടീനു. ബ്ലാക്ക് കളർ ആണോ, എന്നാൽ ഒരു പിങ്ക് കളറാണോ വേണ്ടേ. പിങ്ക്ക്ക് ഇംഗ്ലീഷിൽ എന്താ പറയണ്ടേ, റോസ്. പിന്നെ റെഡ്ക്ക് ചോപ്പ്. പിന്നെ കുറെ കളറുകളുണ്ട്. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയൊന്ന് ആലോചിച്ച് നോക്കട്ടോ. വേറൊരു പൂച്ചക്കുട്ടി വരൂലേ, അതിനൊന്നൊരു പേരിടണം കേട്ടോ. ഒരു ബ്ലാക്ക് പൂച്ചനെ അതിന് ജാരു ഇടാലേ, ജാരു ഇടാലേ. നല്ല പേരാ, നല്ല സൂപ്പർ പേരാ. പിന്നെ ചെറിയ ഒരു വൈറ്റ് പൂച്ചല്ല, അതും റെഡിയോ. നിക്കി ഇടാലേ, നിക്കി ഇടാം.
ഇത് 10. ഇത് കുറെ പത്തുകളില്ലേ? ഇത് നമുക്ക് ഒരു പഠിച്ചിട്ട് വേറൊരു ഇതായിട്ട് വരാം. വേറെ പ്രശ്നം കൂടി പറയാട്ടോ. ഒരു വൈറ്റ് പൂച്ചല്ല, വലുത്. അതിന്റെ ഉള്ളില് പള്ളയില് ഒരു കുട്ടി ഉണ്ട് കേട്ടോ. ഇത്ര കുട്ടികളുണ്ട്. ബാക്കിയൊക്കെ വേറെ വലുതിന്റെ ഒരു പൂച്ചയുടെ പള്ളയിലുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പ്രശ്നം കൂടും പറയാം നിങ്ങൾക്ക്. ഈ ചെടികളും ഇവിടെ ഒരു ചെടി ഉണ്ടീന് കേട്ടോ. അതൊക്കെ ആടുണ്ട് കേട്ടോ. ആടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വേറെ പ്രശ്നങ്ങളൂടി പറയാം. പിന്നെ പൂച്ചന്റെ ഞാനൊരു ഇംഗ്ലീഷിന്റെ ഒരു ഇത് പറയാട്ടോ. ഒരു പൂച്ച, ഒരു കണ്ടം പൂച്ച. പൂ കണ്ടം പൂച്ച. കസാൽ ഇപ്പൊ കസാല. പിന്നെ ചെടി ഇപ്പൊ ചെടി. മുടി ഇപ്പൊ മുടി. ഫോണ് ഇപ്പൊ ഫോണ്. കുറ്റത്ത് പോയി പറയാട്ടോ. ഇന്നലെ നല്ല മഴ ഉണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ട് കുറെ മഴകള്, കുറെ വെയില്, കുറെ കാറ്റുകള്, കുറെ ഉച്ച ആവുമ്പോ നമുക്ക് ചോറ് തിന്നണ്ടേ? അപ്പം പൂച്ചക്ക് ഞമ്മന്റെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് പൂച്ചക്ക് കുറച്ച് കഴിഞ്ഞ് പൂച്ചക്ക് ഒരു ഫുഡ് കൊടുക്കും. പിന്നെ നമുക്ക് അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ചോറ് വേണം, എനിക്ക് ചോറ് വേണം. അപ്പൊ ഇങ്ങനെ ചോദിക്കട്ടെ നമ്മന്റെ പൂച്ചക്കുട്ടി. അപ്പൊ നമ്മൾ ഒരു പൂച്ചക്കുട്ടിക്ക് എന്താ പേരിടുക? മമ്മൂസ്, പിന്നെ പാറു, പിന്നെ ബേബി, പിന്നെ കുറേ പേരുകളുണ്ട് കേട്ടോ. നമുക്കറിയാട്ടോ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ പറയട്ടോ. ഇപ്പൊ സാധനമൊക്കെ പോയിട്ടുണ്ട്. ഒരു കാറ്റും മഴയൊക്കെ ആകുമ്പോഴാണ് സാധനം പോയോ. അപ്പൊ ഉപ്പച്ചി ഓരോ ദിവസം യാത്ര ചെയ്യുന്നു പോയത്. ഞങ്ങൾക്ക് എല്ലാരും പോയോ. അപ്പൊ നമ്മള് ഇവിടെ ഒരു ഒറ്റക്ക് ഇവിടെ ഇരിക്കുക. എന്നാലും നമുക്ക് ആരും ചോദിക്കാം. ഇവിടെ ഒരു കാൽമല ഇങ്ങനെ ഒരു കല്ലിങ്ങനെ കുത്തുണ്ട് കേട്ടോ. പിന്നെ വീട്ടിലൊരു ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോ ഒരു തോടിങ്ങനെ കാണു കേട്ടോ. അപ്പൊ മഞ്ഞപ്പുഴയില് ഒരു തോടുണ്ടല്ലേ, മഞ്ഞപ്പുഴയില് തോടില്ലേ? ഇത്ര തോടുകളുണ്ട് മഞ്ഞപ്പുഴയില്. അപ്പൊ നമ്മള് മഞ്ഞപ്പുഴയില് എടുത്ത ഒരു പീടിയുണ്ട്. അപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വാടക പുഴയിൽ നിന്നില്ലേനോ, അതും 2 പുഴകളേ ഉള്ളൂ. ഇവിടെ ഒന്നുള്ളൂ. പിന്നെ പഴയ വണ്ടി നമ്മള് കൊടുത്തിട്ടോ. ഇങ്ങനെ ഓടിക്കാൻ പറ്റില്ലേട്ടോ. അപ്പൊ പുതിയ വണ്ടി വാങ്ങിച്ചു. കുറ്റിപ്പമ്മ നിൽക്കുമ്പോ വാങ്ങിച്ചിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഈ വണ്ടി കൊണ്ട് ഇവിടെ എത്തി. പുന്നിക്കൽ എത്തിയിട്ട് നമ്മള് അസ്സലാമലൈക്കും. എനിക്ക് ബ്ലോഗൊക്കെ എടുത്തിട്ട് മടുത്ത് കൊറേ ബ്ലോഗ് എടുത്തു. അപ്പൊ കൊറേ ബ്ലോഗ് ഇങ്ങനെ എടുത്തിട്ട് മടുത്ത് പോയിട്ട്. എന്നാ ബൈ.